ഇന്ന് നമുക്ക് വാളമീൻ തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് കറി വെച്ച് നോക്കിയാലോ. ഇന്ന് മീൻകാരൻ ചേട്ടന് വെയിറ്റ് ചെയ്ത് തന്നപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ആകെ വാള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരെണ്ണം വാങ്ങി. അതിനെ മുറിച്ച് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അത് കറി വെക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്, പച്ചമാങ്ങ, തക്കാളി, പിന്നെ കുറച്ച് തേങ്ങ ചെരുവിയതും ഒരു നുള്ളു പെരുംജീരകവും. ഇനി കറി വെക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ ഒരു നുള്ളു ഉലുവയിട്ട് അത് നന്നായി പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് പച്ചമണം മാറിയ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഒരുപാട് വാട്ടി ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരിത്തിരി മല്ലിപ്പൊടി, നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പച്ചമാങ്ങയും തക്കാളിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് പെരുംജീരകവും തേങ്ങയും കൂടി അരച്ചെടുത്ത ഒന്നാം പാൽ മാറ്റി വയ്ക്കുക. ബാക്കി വരുന്ന ആ തേങ്ങാപ്പീരയിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സ് ചെയ്ത വെള്ളം അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായി തിളയ്ക്കാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് കുടംപുളിയും കൂടി കുതിർത്ത് വെച്ച് ചേർക്കുന്നുണ്ട്. ഈ ഒരു മിക്സ് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണം ചേർക്കുന്ന സമയത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരുപാട് തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല. അത് നെയ്മീനായതുകൊണ്ട് തന്നെ കുറച്ച് വെന്ത് വരുമ്പോഴേക്കും പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. തേങ്ങ അരയ്ക്കുന്ന സമയത്ത് പെരുംജീരകം ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും മീൻ കറിക്ക് ഉണ്ടാവുക. ഇപ്പം മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ചെറിയ തിള വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. മീൻകറി ചെറിയ രീതിയിൽ തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു പിഞ്ച് ഉലുവയിട്ട് നല്ലോണം പൊട്ടി വരുന്ന സമയത്ത് 2-3 വറ്റൽമുളകും കൂടി ചേർക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച് ചെറിയുള്ളി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ബ്രൗൺ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ മിക്സ് എടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് കറി മൂടി വയ്ക്കുക. അതിനുശേഷം ഒന്ന് സെറ്റായിട്ട് ഉപയോഗിക്കാം.